അഷ്കർ ടക്കി ആൻഡ് സുനിത ദേവദാസി. ഞാൻ അഷ്കർ വേറൊരു പേരാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ചത്. പക്ഷേ ഇന്ന് അവൻ എനിക്ക് തിരിച്ചൊരു റിപ്ലൈ വീഡിയോ ഇട്ടതിൽ വളരെ മാന്യമായിട്ടും വളരെ ടോൺ ഡൗൺ ആയിട്ട് സംസാരിച്ചതുകൊണ്ട് ഐ റെസ്പെക്ട് ദാറ്റ് ബ്രോ. ആ ഒരു ടോണിൽ സംസാരിച്ചാൽ ഞാനും ആ ടോണിൽ തന്നെ തിരിച്ച് റിപ്ലൈ തരും. പക്ഷേ ദേവദാസിക്ക് അതല്ല. ദേവദാസിക്ക് മറ്റേ പരിപാടി തന്നെ. ഓൾ എനിക്കിട്ട് തന്ന അതേ അടി തിരിച്ച് ഈ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എഗെയിൻ ഞാൻ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പരദൂഷണം, മലയാളികളുടെ ഇടയിലെ ഏറ്റവും വലിയ ഒളിഞ്ഞുനോട്ടക്കാരൻ ആഭാസൻ ആൻഡ് കുടുംബ കോടതി, അയൽക്കൂട്ടം എല്ലാമായ നിങ്ങളുടെ സ്വന്തം ഒന്നും അറിയുന്നില്ല, ഞാൻ ഇന്ത്യൻ്റെ സ്വന്തം ഏജൻറ്റ്, സീക്രട്ട് ഏജൻറ്റ്. ഓക്കെ, ഞാൻ എല്ലാവരുടെയും നല്ല സുഹൃത്താണ്. ഐ എം എ ഗുഡ് ഫ്രണ്ട് ഓഫ് എവറി വൺ. എങ്ങനെയുണ്ട്? അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുന്നവരോടാണ്. അത് കമ്മി ഗ്രൂപ്പിൽ ലിങ്ക് വരുമ്പോൾ ഓടി വന്നിട്ട് ഇവിടെ ഹെയ്റ്റ് കമൻ്റ് ഇട്ട് പോകണം എന്നുള്ള ആഹ്വാനത്തിൽ വന്ന് കമൻ്റ് ഇട്ട് പോകുന്നവരോട്, എനിക്ക് കഴിഞ്ഞൊരു വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻസ്, അതായത് ഞാൻ ഈ അഷ്കർ ടെക്കിക്കും ദേവദാസിക്കും കൊടുത്ത വീഡിയോനടിയിൽ വന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ, ഞാൻ അഖിൽ NRD വിഷയത്തിൽ ചെയ്ത വീഡിയോനകത്ത് സംസാരിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കൺവേ ആയ വ്യക്തികൾ അവർ തന്ന റിപ്ലൈ ഒക്കെ നിങ്ങളൊന്ന് കാണണം. ഓക്കെ, അന്തംഗമ്മി ക്യാപ്സ്യൂളുകളാണ്, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ഇത് നോക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്തിനാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊട്ടേഷൻ പണി എടുക്കേണ്ട ആവശ്യമുള്ളത്? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ലൈഫിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നത് അതൊരു നരക ജീവിതമാണ്. ഓക്കെ, ഇനി ഈ ദേവദാസിനെ അഷ്കർ ടെക്കിനെയും മാത്രം എനിക്കെതിരെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരാരും തൊടാതെ ഇവർ രണ്ടുപേരും ഞാൻ എന്തുകൊണ്ട് റിപ്ലൈ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഷ്കർ ടെക്കി അഖിൽ NRD വിഷയത്തിൽ സീക്രട്ട് ഏജൻറ്റിനെ വിമർശിക്കുക എന്നുള്ള രീതിക്ക് ചെയ്ത വീഡിയോനകത്ത് രണ്ട് സാധനമാണ് അവന് ഒളിപ്പിച്ച് കിടത്തിയത്. ഒന്ന്, അവൻ എന്നോടുള്ള വൈരാഗ്യം, പേഴ്സണൽ റിവെഞ്ച്. അത് ഞാൻ പല വിഷയങ്ങളിലും അവനെ വിമർശിച്ചതിന് അവന് തിരിച്ച് എനിക്കൊരു അടി തരണം, അക്സെപ്റ്റഡ്. അതൊരു ടിക്ക് ഫോർ ടാക്കായിട്ട് ഞാൻ എടുത്തു. പക്ഷേ അഖിൽ NRD വിഷയം നിനക്ക് പേഴ്സണലി സംസാരിക്കാൻ താല്പര്യമില്ല, നീ ആ കണ്ടൻറ്റ് തൊടില്ല എന്നാണെങ്കിൽ എന്നിലൂടെ ആ കണ്ടൻറ്റ് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ റിയാക്ട് ചെയ്ത ഇതിൽ ഒപ്പീനിയൻ പറഞ്ഞ ആളുകളിലൂടെ ആ വിഷയം നീ നൈസായിട്ട് നിൻ്റെ രീതിയിൽ പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് ഒരു ഇരട്ട താപ്പാണ് എന്നുള്ളത് നീ ബോധ്യപ്പെടണം. നീ അത് മറ്റേത് വിചാരിക്കരുത്. നീ ഒരു ബുദ്ധിമാനാണ്, നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ചിലപ്പോൾ നിന്നെ ഇപ്പം എന്നോട് വെറുപ്പുള്ള, എന്നോട് ദേഷ്യമുള്ളവർ ചിലപ്പോൾ നിൻ്റെ വീഡിയോ കണ്ടിട്ട് ഏജൻറ്റ് കോമാളി, ഏജൻറ്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിന്നെ മാസാക്കി പറഞ്ഞാലും നീ ഒളിപ്പിച്ച് കടത്തിയ സാധനം മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. കാരണം നീ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തപ്പോൾ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ടൊന്നുമല്ലല്ലോ വീഡിയോ ചെയ്തേ, ആണോ? അല്ല. ആ വിഷയത്തിൽ നീ എന്നെ പറഞ്ഞിട്ട് പറയുന്നതും അഖിൽ NRDയുടെ വിഷയമാണ്. അങ്ങനെ നീ എന്നെ മാത്രം, അല്ലെങ്കിൽ ഒരു 1-2 ആൾക്കാരെ മാത്രം എടുത്തു വെച്ച് പറയുമ്പോൾ ആ വിഷയത്തിൽ സംസാരിച്ച ആളുകൾ എന്താണ് വീഡിയോയിൽ പറഞ്ഞേ എന്നുള്ളതിന് നിനക്കൊരു മിനിമം ബുദ്ധിയും ബോധവും വേണ്ടിയിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും ഒരു മാരകമായ വൃത്തികെട്ട ലാംഗ്വേജ്, മോശമാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലൊരു ഷെയ്മിങ്ങോ ആ വീഡിയോയിൽ സംസാരിക്കാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ സുഹൃത്തായ വ്യക്തിയെ വിളിച്ചു എന്ന് പറയുന്നിടത്ത് എന്ത് തെറ്റാണുള്ളത്? ഞാൻ അതിന് ശേഷം എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു കൺസെൻറ്റിന് മുകളിലാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള വിവരവും ബുദ്ധി നിനക്കില്ലേ? നിനക്ക് മീൻസ് ആർക്കും ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും. എന്നിട്ടും ഞാൻ രണ്ടാമത്തെ എൻ്റെ റിപ്ലൈ വീഡിയോയിൽ വന്ന് പറഞ്ഞാൽ എന്താ, ഈഫ് ആ വ്യക്തി വന്ന് പറയുകയാണ് പബ്ലിക്കിൽ, ആ വ്യക്തി ഹേർട്ടായി, എനിക്കൊരു അപ്പോളജി വേണമെന്ന് പറഞ്ഞാൽ ഞാനത് അപ്പോളജൈസ് ചെയ്യും, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവന്മാർക്ക് ഇട്ട് 2 പറഞ്ഞിട്ടാണെങ്കിലും അതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് ഞാൻ വ്യക്തമാക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരം ഫേക്ക് നറേറ്റീവ് ഉണ്ട്. അതായത് കേരളത്തിൽ ഈ കണ്ടന്റ് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏത്? അഖിൽ NRD വിഷയം ഞാൻ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ.
എന്തോ ഞാനായിട്ട് കൊണ്ടുവന്ന് ആരും അറിയാത്തൊരു കാര്യം പുറത്തിട്ട പോലെ. വെള്ളിയാഴ്ച നടന്ന് ശനിയാഴ്ച ഡിസ്കഷനിൽ വന്ന് ഞായറാഴ്ച മൊത്തം സോഷ്യൽ മീഡിയയിൽ ഓടി, തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഓടി. ഏകദേശം തിങ്കളാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാൻ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പൊരു 10-100 പോസ്റ്റുകളും മിനിമം ഒരു 10-15 വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ വീഡിയോനകത്ത് പറഞ്ഞ കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് എടുക്കണ്ട. നിങ്ങളപ്പം എന്താ പറയുക അതിൽ ഒളിച്ച് കിടത്തി. അതാണ് എനിക്ക് അഷ്കർ ടെക്കിയോട് ഞാൻ എടുക്കാനുള്ള ഏറ്റവും വലിയ റീസൺ. 2 റീസണാണ്. ഒന്ന്, നീ ഖാദറിനോടുള്ള ദേഷ്യം, ഒരു സംഘടനയോടുള്ള ദേഷ്യം. ഇതിനു മുമ്പ് ഞാൻ നിന്നോട് റിയാക്ട് ചെയ്തുള്ള ദേഷ്യത്തിന് പുറമെ നീ എന്ത് തീർത്തു? ഇടയിലൂടെ ഈ വിഷയം സംസാരിക്കാനുള്ളൊരു നൂലാക്കി മാറ്റി, അതായത് ഒരു ഡിറ്റർജൻ്റ് ആക്കി മാറ്റി എന്നെ. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ നിന്നെ വളരെ വ്യക്തമായിട്ട് നിനക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു പേര് ഉപയോഗിച്ചു, പ്ലക്കി. അത് നിനക്ക് എന്താണെന്നുള്ളത് നിനക്ക് വളരെ വ്യക്തമായതുകൊണ്ടാണ് നീ ഈ വീഡിയോയിൽ ഇത്രയും സോർട്ടഡും ടോൺ ഡൗണും ആയത്. ഓക്കെ, ഐ റെസ്പെക്റ്റ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരാൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു മാന്യതയുടെ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നിൻ്റെ വിഷയത്തിലും ദേവദാസിൻ്റെ വിഷയത്തിലും കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കീപ്പ് ചെയ്തില്ല. അപ്പോൾ നീ അത് കീപ്പ് ചെയ്യുമ്പോൾ ഞാനിത് തിരിച്ചത് നിനക്ക് തരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്നോട്, നിനക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ, ഇനിയിപ്പോൾ അത് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അതായത് അഷ്കർ ടെക്കി ആദ്യം ചെയ്ത വീഡിയോനകത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ, അതായത് ഞാൻ ചെയ്ത വീഡിയോനകത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഞാൻ മാനിപ്പുലേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഈ വിഷയത്തിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന അവൻ്റെ റിവെഞ്ച് മെൻറ്റാലിറ്റി ഞാൻ ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഒന്നാമത് ഇവൻ ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങൂല. എന്നെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ വട്ടം ഇവൻ വിളിച്ചിട്ടുള്ളൂ. പല വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും. ഇവൻ ആകെ എന്നെ വിളിച്ചിട്ടുള്ളത് ഒരൊറ്റ വട്ട. അന്നാണെങ്കിൽ 1/2 മണിക്കൂർ സംസാരിച്ചിട്ടുമുണ്ട്. എന്നെ മാക്സിമം ഉരുട്ടി മറച്ചിടാൻ നോക്കി. എന്തില്? ഇവരുടെ ഒരു തൊലിഞ്ഞ സംഘടന ഉണ്ട്, കിക്ക്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി. ഇവൻ അതിൻ്റെ സെക്രട്ടറിയും കരിപ്പൂടി അതിൻ്റെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ ആണ്. ഒരുത്തൻ കള്ളനും മറ്റവന് അതിന് കൂട്ടിക്കുന്ന ആളും. പിന്നെ വിവരമുള്ള ആരാ ഇതിൽ പോയി കയറുക? എന്നിട്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നമാകുന്ന സമയത്ത് ഇവർ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിച്ച് മറ്റവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കുറേ ആളുടെ അവർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെയും കിടന്ന് അപമാനിക്കും. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവൻ എന്നെ വിളിച്ച് വളച്ച് ഓടിച്ച് സംസാരിച്ച് നോക്കി. ഞാൻ ഇപ്പോൾ വീഴും. എനിക്ക് ഒന്നാമതേ ഈ യൂട്യൂബേഴ്സുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാവും. ആകെ വിരളിലെണ്ണാവുന്ന ക്രിയേറ്റേഴ്സുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് പോലുമില്ല. ഇവർ 1000 ആൾ 500 ആളൊക്കെ ഉള്ള യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേരളത്തിൽ, ഒരുപാടുണ്ട്. യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ പോലും ഞാനില്ല. കാരണം നാളെ നമ്മളെ ഇതുപോലെ എടുത്തിട്ട് അലക്കും. ഒരൊറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റൂല. നാളെ ഇവന്മാർ ചാൻസ് കിട്ടിയാൽ എടുത്തിട്ട് കൊടയും ഇവർ. ഉറപ്പാ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ തന്നെ പലരും എടുത്ത് കൊടയുന്നു. അപ്പോൾ ഇവനൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാ അപരാധം അറിയണ്ട ഈ കാണിച്ചു വെച്ചേക്കുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുടുംബശ്രീ ഇതിനേക്കാളും ബെറ്റർ ആണല്ലോ. അവിഹിതം ചർച്ച ചെയ്യുക, ഒളിച്ചോട്ടം ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി കാറിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ 1 മണിക്കൂർ, 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കഥാപ്രസംഗം പറയുക. കുടുംബശ്രീ ഇത് സപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലുള്ള എരിവും പുളിയുള്ള സാധനങ്ങൾക്കാണ് ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. കറക്റ്റ് നമ്മൾ പറയാറില്ലേ ഈ കുടുംബശ്രീയിലൊക്കെ നടക്കുന്ന പരിപാടി, അത് കറക്റ്റ് ഓൺലൈൻ സാധനം. അതാണ് ഇവൻ അതിൻ്റെ ഏജന്റ്. കേട്ടല്ലോ, ഇവൻ്റെ പ്രശ്നം എന്താ അറിയോ? ഒന്ന് സംഘടന ഇവൻ്റെ പ്രശ്നമാകാൻ കാരണം എന്താ? ഇവനെ പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആളുകളായിട്ട് കൂട്ടുകൂടാൻ താല്പര്യമില്ലാത്ത, ഇതേപോലെ പുറത്തിറങ്ങി 4 ആളിടയിൽ നിന്ന് സംസാരിക്കാൻ അറിയാത്ത, ഓക്കെ, എന്നെ കാറിലിരിക്കുന്നവൻ എന്ന് പറയുന്നവൻ റൂമിൽ നിന്നേ പുറത്തിറങ്ങാനില്ല. ഈ റൂം വിട്ടാൽ ഇവൻ പോണത് പിന്നെ താമരശ്ശേരിയുള്ള വേറെ റൂമിലേക്ക്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പോകുന്ന ഒരുത്തൻ, റൂം ടു റൂം ഷട്ടിലടിക്കുന്ന ഒരുത്തനാണ് എന്നെ പറയുന്നത് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാറില്ല. എൻ്റെ പൊന്നഷ്കറെ, ഞാൻ നിന്നെ ഒരു സംഘടനയിലേക്ക് ക്ഷണിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേരളത്തിൽ അറിയാവുന്ന ഈ യൂട്യൂബ് സർക്കിളിലെ എല്ലാവരെയും ഒരു വെൽഫെയർ സംഘടന ഉണ്ടാക്കി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. കാരണം നമ്മളിതൊന്നും തൊഴിലിടമല്ല.
ആരും ഇത് തൊഴിലായിട്ട് കാണുന്നില്ല. എന്നാൽ ഇന്ത്യയിലേക്ക് ഒരുപാട് ഡോളർ വിദേശ രാജ്യത്ത് നിന്ന് ഡോളർ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അത് ഇവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ഇവിടുത്തെ എക്കണോമിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഈ യൂട്യൂബ് പാർട്ട്നേഴ്സായിട്ടുള്ള നമ്മളെല്ലാവരും. നമുക്കും പ്രശ്നങ്ങൾ വരും, നമ്മൾ നാളെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സംഘടനയാണ്. നിനക്കതിനോട് പരമപുച്ഛവും പരിഹാസവും. കാരണം എന്താ? നിങ്ങളെ വിചാരം നിങ്ങൾ എന്തോ വലിയ ബുദ്ധിജീവികളാണ് കുറച്ച് വരുന്നത്. നീ പറഞ്ഞല്ലോ വിരലിലെണ്ണാവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രൂപ്പിൽ മാത്രം ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ കൂടിയൊക്കെ നീ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആളുകൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ നിന്നോട്ടെ. ഞാൻ നിന്നോട് ഇപ്പോഴും പറയുന്നൊരു കാര്യം, സംഘടന തുടങ്ങിയത് എൻ്റെ ലാഭത്തിനോ ഖാദറിൻ്റെ ലാഭത്തിനോ വേണ്ടിയല്ല. ഓക്കെ, ഇനി ഖാദറിനോടുള്ള നിൻ്റെ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ, സംഘടനയോടുള്ള ദേഷ്യമാണെന്നുണ്ടെങ്കിൽ, നീ അത് നൈസായിട്ട് അഖിൽ NRD വിഷയം വെച്ച് നീ അതിലും സംസാരിച്ചു, എന്നുള്ള ദേഷ്യവും തീർത്തു. ഇതുകൊണ്ടാണ് മോനെ ഞാൻ നിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ട് വായ തൂന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് കാര്യം പിടി കിട്ടിയോ? പിന്നെ നീ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നീ എന്തോ മലമറയ്ക്കുന്ന പോയിന്റ് ചോദിച്ചു, ബാക്കിയുള്ളവരൊക്കെ ചോദിച്ച പോലെയാണ്. കമൻറ്റ് ബോക്സിനകത്ത് 10 കമൻറ്റ് എടുത്ത് വെച്ചിട്ട് അത് കാണാപ്പാടം പഠിച്ചിട്ട് എൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ കമൻറ്റ് അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാടാ പോയിന്റ് ചോദ്യം ചെയ്യലാവുന്നത്? നിനക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചിന്തിച്ചോ, നീ ഒന്ന് ചിന്തിക്ക്. നീ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടോ? ആ വിഷയത്തിൽ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഒരാളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തി വീഡിയോയേ നീ ചെയ്യരുത്, നീ വീഡിയോ ചെയ്യാനേ പാടില്ല എന്ന് തന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഞാനത് ചെയ്യില്ല. സോ ദർ ഈസ് എ മാറ്റർ ഓഫ് കൺസെൻറ്റ് ദെയർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരാളുടെ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്ന ആ മണിക്കൂറിലോ സെക്കൻഡിലോ അല്ല വിളിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം, ഞാൻ പറയട്ടെ, ഇത് ഈ നിങ്ങൾക്ക് ഈ മാനിപ്പുലേറ്റഡ് ആയിട്ട് മൈൻഡിലിരിക്കുമ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ, ഇത് ന്യായീകരണമല്ലേ തോന്നും. ഇത് ന്യായീകരണമല്ല സുഹൃത്തുക്കളെ. ഞാൻ എഗെയിൻ പറയുന്നു, ഞാൻ ചെയ്തത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം, ഒരു വിഷയവുമില്ല, അത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ്, ഐ റെസ്പെക്റ്റ്. പക്ഷേ ഇതേ തെറ്റ് ചെയ്ത ആൾക്കാർ വന്നിരുന്ന് എന്നെ വിമർശിക്കുമ്പോൾ അതേ തെറ്റ് വെച്ചിട്ട് എന്നെ വിമർശിക്കും. അവർ തെറ്റ് എന്ന് പറഞ്ഞ കാര്യം തന്നെ അവർ എടുത്തു വെച്ചിട്ട് വീണ്ടും അവർ ചെയ്തുകൊണ്ട് എന്നെ വിമർശിക്കുമ്പോൾ ഇതൊരുമാതിരി ഷക്കീല വന്ന് മിയാ ഖലീഫിനെ വെടിയാന്ന് വിളിച്ച പോലത്തെ അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ മിയാ ഖലീഫ ആയാലും ഷക്കീല ആയാലും വിഷയമൊന്നുമില്ല. രണ്ടുപേരും ചെയ്യുന്നത് ബേസിക്കലി ഫീഡിങ് ഓൺ അതേഴ്സ് കോണ്ടൻ്റ് ആണ്. സ്വന്തമായിട്ട് കണ്ടൻ്റ് ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല, ടക്കിക്കും ഇല്ല, എനിക്കും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ കൂട്ടത്തിൽ ഞാൻ ബുദ്ധിമാൻ, ഞാൻ നല്ലവൻ, ഞാൻ ബെസ്റ്റ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ മോൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് മോൻ്റെ റിവഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെയാണെന്നുള്ളത് അത് ഇനിയെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ടൊക്കെ, മനസ്സിലായോ? അല്ല നീ ഇതൊന്നും ചെയ്യാത്ത, നീ വളരെ വേറെ രീതിയിലുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ അതിൻ്റെ എണ്ണം എത്ര, അതിൻ്റെ ട്രജക്ടറി എത്ര, അത് എത്ര സമയം കൊണ്ട് അവിടെ എത്തും, അതിൻ്റെ ഫ്യൂൽ ഉപയോഗിച്ചത് എന്താ, ഇതൊന്നും അല്ലല്ലോ നിൻ്റെ വീഡിയോയിൽ നീ പറയുന്നേ. നീ പറയുന്നത് കേട്ടാൽ നീ ഇന്നേ വരെ കുടുംബ വഴക്കെടുത്ത് വീഡിയോ ചെയ്യാത്തൊരുത്ത്. എടാ, എന്നേക്കാൾ വലിയ കോടതിയായിരുന്നു ഒരു കാലത്ത് നീ, മനസ്സിലായോ? എന്നേക്കാൾ വലിയ പരദൂഷണമായിരുന്നു നീ, എന്നേക്കാൾ വലിയ കുടുംബശ്രീ ആയിരുന്നു നീ. പക്ഷേ എവിടെയോ നിൻ്റെ റീച്ചൊക്കെ പോയി. മില്യനൊക്കെ എഴുത്തിന് മാത്രമേ ഉള്ളൂ, വീഡിയോയ്ക്ക് റീച്ചില്ല. അപ്പോൾ ഇരുന്ന് പോയൊരവസ്ഥയിൽ രക്ഷപ്പെട്ട് വരാനിപ്പോൾ അരിയാക്കുകയാണ് എന്നെ എന്നുണ്ടെങ്കിൽ ആക്കിക്കോ. ഞാൻ അരിയണം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാത്രം അരി ഉണ്ടാക്കുന്നല്ല, ഞാൻ അങ്ങോട്ട് നാട്ടുകാർക്ക് അരി ഉണ്ടാക്കാനുള്ള ചാൻസും കൊടുക്കും. അപ്പോൾ അഖിലിൻ്റെ കേസിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ വീഡിയോനകത്ത് ഞാൻ ഒരു മോശവും ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ആ വ്യക്തിയുടെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാനൊരു അവയർനെസ് പോലെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അത് വളരെ മാന്യമായിട്ട് പ്രസൻറ്റ് ചെയ്തു. വീഡിയോനകത്ത് ഈ വ്യക്തി എൻ്റെ ഫ്രണ്ടാണ് എന്നുള്ളതും ഞാൻ ആ വ്യക്തിയെ വിളിച്ചൊരു കാര്യം, ദാറ്റ് ഞാനത് പറയാനും ചെയ്യാനും ഉണ്ടായ റീസൺ ദർ ഈസ് എ കൺസെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ യുവർ ഇൻറ്റൻഷൻ അതവിടെ ചോദ്യം ചെയ്യും, എന്നെ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിനക്ക് ഉത്തരം കിട്ടിയോ എന്തിന് ഞാൻ ആ വീഡിയോ ചെയ്തു? വീഡിയോ ചെയ്യും. നീ എന്തിന് ഈ വീഡിയോ ചെയ്തു? നിനക്ക് ഡയറക്റ്റ് അഖിൽ NRD ചെയ്തു കഴിഞ്ഞാൽ നീ വീഡിയോ ചെയ്യുന്നതേ ഒരു ഇഷ്യൂ ഉണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ടോ മണിക്കൂറുകൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാനൊരു വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നതേ. ഒരു സീൻ ഉണ്ടായി, ഒരു വിഷയം ഉണ്ടായി, അതിൽ
വിത്തിൻ 1 or 2 hours കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരു സേഫ് സോണിൽ പോയിരുന്ന് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാനും നിന്നെപ്പോലെ അഖിലന്നാരുടെ വിഷയം അറിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരാൾ വീഡിയോ ഇട്ടിട്ട് ഇതേപോലുള്ളൊരു അറ്റാക്ക് അയാൾക്കെതിരെ വന്നു, അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ട ആൾക്കാരെ ഇങ്ങനെ ഒരു ടാർഗറ്റിംഗ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ മൈൻഡ് സെറ്റാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുക, കമൻറ്റ് ബോക്സും വായിച്ച് സേഫ് സോണിൽ പോവാം. എന്നാൽ പിന്നെ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട, ഈ വിഷയത്തിൽ സംസാരിച്ചവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് നീ ചെയ്ത് ഇതേ പണി ചെയ്യും. മനസ്സിലായി? നിൻ്റെ മൈൻഡ് സെറ്റാണെങ്കിൽ. എൻ്റെതൊന്നും അങ്ങനെയല്ല. ഞാൻ നിന്നെപ്പോലെയല്ല. ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണലാണ്. ഞാനിത് ജോലിയാണ്, ഇതെൻ്റെ പ്രൊഫഷനാണെന്ന് പറയാൻ നല്ല അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട് നീ ചെയ്യുന്ന അതേ പ്രൊഫഷൻ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നിന്നേക്കാൾ കൂടുതൽ എന്തുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇതിൽ. ഓക്കെ? തെറ്റ് അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയ വിഷയങ്ങൾ, എനിക്ക് ഡിസ്കഷനിൽ എടുക്കാൻ തോന്നിയ കാര്യങ്ങൾ വളരെ വൃത്തിയിൽ, വളരെ ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ പറഞ്ഞിട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നുള്ള സ്വയം ധാരണ എനിക്കുള്ളത് കൊണ്ട് ഈ പണി ഞാൻ വൃത്തിയായിട്ട് എടുക്കും. ഓക്കെ? അതേ പണി തന്നെ ഞാൻ അഖിലിൻ്റെ കേസിനും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഫൈൻ. പിന്നെ അതിൽ കൂടി നീ കാണാതെ പോയ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് വീഡിയോ ചെയ്തവർ. അവരെയൊക്കെ ഒന്ന് എടുത്ത് വീഡിയോ ചെയ്താൽ നന്നായിരിക്കും. ചില തംബ്നെയിലുകളും ചില ടൈറ്റിലുകളൊക്കെ. ഓക്കെ? അവിടെ നീ റെസ്പോൺസിബിലിറ്റി കാണിക്കും. അപ്പോൾ ഇത്രയും മാന്യമായിട്ട് എനിക്ക് ഇവനോട് സംസാരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഒരുക്കി തന്ന അഷ്കർ ടെക്കിയോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ദേവദാസിയെ പോലെയല്ല. ഓക്കെ? കാരണം ഇവന് മനസ്സിലായി എന്ത്, കുറച്ച് മാന്യമായിട്ട് സംസാരിച്ചാൽ വളരെ മാന്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നുള്ളത്. ഇനി കമ്മിങ് ടു ദേവദാസി, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിയർ കമ്മീസ്, വെൽക്കം. നിങ്ങളുടെ ചേച്ചിക്ക്, സുനിത ചേച്ചിക്ക് അമ്മായിക്ക് ദേവദാസി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൊള്ളുന്നുള്ളത് എനിക്ക് എവിടുന്ന് മനസ്സിലായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഇവള് ആരിഫ് ഹുസൈൻ തെരുവത്തിനെ കയറി ചൊറിഞ്ഞ സമയത്ത് ആരിഫാണ് ശരിക്കും ഈ സാധനം എടുത്തിട്ട് അടിച്ചത്. ഇത് ദേവദാസി എന്ന് പറഞ്ഞ സാധനം ആരിഫ് എടുത്തടിച്ചപ്പോൾ ഇവളെ ഈ മരപ്പട്ടി ഐറ്റം കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരു മരപ്പട്ടി സാധനം കൊണ്ടുപോയി വെച്ചിരുന്നു. ഈ സാധനം വെച്ച അതേ ഐറ്റം അന്നും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവളെ ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്താൽ ഇവൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരമായിട്ട് വരും എന്നുള്ളത്. കമ്മിയല്ലേ, വലിയ ബുദ്ധിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ സുനിത ദേവദാസിക്ക് കൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മെഴുകി വീഡിയോയിൽ വന്നിട്ട്. ഏത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സ്വയം ഞാൻ ഒരു വേശ്യയാണ്, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരിയാണ്, ഞാൻ വേശ്യകളെ മോശക്കാരിയെന്നോ അല്ലെങ്കിൽ വേശ്യാവൃത്തി മോശമായിട്ട് കാണുന്നൊരു വ്യക്തിയല്ല കേട്ടോ. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ ഭയങ്കര പ്രോഗ്രസീവാണ്. എടി കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നു കൊണ്ട് കമ്മ്യൂണിസം സംസാരിക്കുന്ന നീ, കമ്മ്യൂണിസ്റ്റുകാരുടെ മൗത്ത് പീസായ നീ, പ്രോഗ്രസീവായിട്ട് ജീവിക്കുന്ന തിങ്ക് ചെയ്യുന്ന നീ, വേശ്യാവൃത്തിയെ എത്ര മോശമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഞാനൊന്ന് ചിന്തിച്ചു പോയടി വെടലേ. മനസ്സിലായോ? എടി കൊടിച്ചിപ്പട്ടി, നീ ഇത്രയും പ്രോഗ്രസീവായിട്ടൊക്കെ സംസാരിച്ചിട്ട് നീ വീഡിയോയിൽ വന്നിരുന്നിട്ട് ബാക്കിയുള്ളവരെ തെറി വിളിക്കുക, അസഭ്യം പറയുക. നിൻ്റെ വിചാരം എന്താ, പെണ്ണായതുകൊണ്ട് നിനക്ക് തിരിച്ചു കിട്ടില്ല എന്നോ? എടി നാറിച്ചി, നിനക്ക് തിരിച്ചു തരാൻ അറിയാനിട്ടല്ല. മനസ്സിലായില്ലേ? നിന്നെ 10 തെറി വിളിച്ചോണ്ട് നീ ഏതെങ്കിലും കേസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അന്തസ്സായിട്ട് പോയിട്ട് അകത്ത് കിടക്കും. കാരണം എന്താ അറിയോ, ഒരു നാറി മോളെ ഒരു ചെറ്റച്ചീനെ 10 തെറി വിളിച്ചുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ പേരിൽ ഉള്ളിൽ കിടന്ന് ഞാനണ്ട് ആഘോഷിക്കും. മനസ്സിലായില്ല? അനക്കൊരു ധാരണ ഉണ്ട്. എൻ്റെ കയ്യിൽ കുറേ കമ്മി ഗ്രൂപ്പ് ഉണ്ട്. അനക്ക് ആ കമ്മി ഗ്രൂപ്പ് കൂടി ആരെ വേണമെങ്കിലും ലിങ്ക് കൊണ്ടുപോയിട്ടിട്ട് 10 വർഷം മുന്നേ ഈ തുടങ്ങിയ പരിപാടി അതൊക്കെ എനിക്ക് കുറേ ആൾക്കാർ അയച്ചു തന്നിട്ട് എൻ്റെ കുറേ സാധനങ്ങളുണ്ട് മോളെ. മനസ്സിലായോ? എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയ കോമഡിയാണ്. ഏതോ ഒരു ആളുടെ കണ്ടൻറ്റ് വരെ കോപ്പി അടിച്ച് അത് കൊണ്ടുപോയി സ്വന്തം കണ്ടൻറ്റാന്ന് പറഞ്ഞിട്ട് അന്ന് വിളിച്ച് മെഴുകിയ വോയിസ് റെക്കോർഡുകൾ. സോറി ഞാൻ അറിഞ്ഞില്ല, ഞാൻ വേറൊരാളെ കണ്ടൻറ്റാന്ന് അറിഞ്ഞില്ല. ഏത് ജേർണലിസ്റ്റാ? അടിച്ചു മാറ്റൽ ജേർണലിസ്റ്റ്. പിന്നെ അതിനുശേഷം ചാരിറ്റി തട്ടിപ്പിൻ്റെ പിന്നിൽ അതിലെനിക്ക് സങ്കടമുണ്ട്. കാരണം എന്താ അറിയോ, അതിൽ നീ ഇരയാക്കപ്പെട്ടതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഉള്ള കാര്യം പറയുന്നുണ്ട്, അതൊക്കെ എടുത്തു വെച്ച് കൊണ്ടുവന്ന് നിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊരു മനസ്സുഖത്തിന് പറയാം, നീ അങ്ങനെ ഒരു തട്ടിപ്പിന് കൂട്ട് നിന്നോ മോളെ.
കൂട്ട് നിന്നില്ല എന്നുള്ളതാണ് നിൻ്റെ വാക്ക്. അല്ലെങ്കിൽ എനിക്കും പ്രത്യക്ഷത്തിൽ അത് കണ്ട സമയത്ത് നീ എവിടെയോ ഒരു നന്മ ചെയ്യാൻ നോക്കി ഏറിപ്പോയ പോലെ അത് തോന്നിയേ. സംഖ്യകളെല്ലാവരും കൂടി നിന്നിട്ട് അടിച്ചു. അപ്പോൾ കമ്മിയാണെങ്കിലും ഒരു സംഖ്യയുടെ കയ്യിൽ നിന്ന് നിനക്ക് അടി കിട്ടുമ്പോൾ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം എനിക്ക് കമ്മിയേക്കാൾ കൂടുതൽ വെറുപ്പുള്ളത് സംഖ്യയോടാണ്. അപ്പോൾ സംഖ്യകൾ നിന്നെ നേരെ കയറ്റി. ബട്ട് സ്റ്റിൽ നീ മെഴുകി അത്രയൊന്നും ഞാൻ ലൈഫിൽ മെഴുകിയിട്ടില്ല. മനസ്സിലായോ? നിൻ്റെ മെഴുകലാണ് മെഴുകൽ. പിന്നെ ഞാൻ ഇന്ന് കമൻ്റ് ഇട്ട പോലെ വേറെ കുറേ കഥകൾ, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് നിനക്ക്. അപ്പം നിനക്ക് ദേവദാസി പൊള്ളും. മനസ്സിലായില്ലേ? നിനക്ക് പൊള്ളണം. കാരണം ഒരു വീഡിയോയിൽ വന്നിട്ട് ഭാസ്കർ വളരെ മാന്യമായിട്ടാണ് ചെയ്തത്. നീയും മാന്യമായിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാനതിന് മാന്യമായി റിപ്ലൈ തരുമായിരുന്നു. നീ എന്തൊക്കെയാണ് വിളിച്ചത്? രക്തരക്ഷസ്, ആഭാസൻ. ഇവളെ വീട്ടിൽ ഇവളെ ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റ് മേക്കർ ഇതൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയാണല്ലോ. 10 ഗുണം 10 ഗുണം എന്നാണ്. അതായിരിക്കും സംഗതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവള് മാത്രം മറ്റേ പ്യുവർ കണ്ടൻറ് ചെയ്യുന്ന ഒരുത്തി. ഏത്? ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള കണ്ടൻറ്റാണല്ലോ ചെയ്യൽ, കമ്മി കണ്ടൻറ്റ്. ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ളവളുടെ സോഴ്സാണ് കൈരളി ചാനൽ, ദേശാഭിമാനി. ഇവള് മാത്രം എന്ത്? അയ്യോ ബുദ്ധിജീവി, എന്തോ പ്യുവർ കണ്ടൻറ്റ് ചെയ്യുന്നവൾ. എടി എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സദസ്സിലെടുത്ത് പ്ലേ ചെയ്യാൻ പറ്റൂ? കമ്മി ക്യാപ്സ്യൂള്, പിന്നെ ഇതേപോലെ മരപ്പട്ടി വിളി. ഇതൊക്കെയാണ് എൻ്റെ എന്നെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് വിട്ടാൽ മതി. ഈ എന്താന്നുള്ള തനി സ്വരൂപം, എൻ്റെ ആ ഒരു ലോ ക്ലാസ് സാധനം ഉണ്ടല്ലോ, അത് നീ എത്ര പൊട്ടി മേക്കപ്പ് ഇട്ടിട്ട് നീ ഏത് നല്ല ഡ്രസ്സ് വന്ന് ഏത് കസാല തിരിഞ്ഞാലും എൻ്റെ ആ 3rd rate ലോ ക്ലാസ് വർത്താനം സ്വഭാവം പുറത്തിയാടും. അത് പുറത്തിയാടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ദേവദാസി എന്ന് വിളിച്ചിട്ട് ഞാൻ പ്രൊവോക്ക് ചെയ്തത്. കാരണം ആരിഫ് ഹുസൈൻ പ്രൊവോക്ക് ചെയ്തപ്പോൾ എൻ്റെ മരപ്പട്ടിച്ചാട്ടം ഞാൻ കണ്ടതിലടി കൂടിച്ചിപ്പട്ടി. അതുകൊണ്ട് അത് പ്രൊവോക്ക് ആവേണ്ടിയിരുന്നു. എന്നിട്ട് ഇവള് സ്വന്തമായിട്ട് കാണിച്ച പരിപാടി എന്താ അറിയോ? ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുക വീഡിയോ ചെയ്യുന്നതിൻ്റെ ബാക്കിൽ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സ്വയം ട്രോളടിച്ച് ഒരുത്തിനെയോ കണ്ടിട്ടില്ല. മീനിങ് ഓഫ് ദേവദാസി ഇവിടെ എഴുതി വെച്ചിരിക്കുക വേശ്യ. ദേവദാസി ഈക്വൽ ടു വേശ്യ. നമ്മളുടെ ഇന്നലത്തെ വീഡിയോയ്ക്ക് സീക്രട്ട് ഏജൻറ്റ് മറുപടി പറയുന്നു. മറുപടികൾ: ദേവദാസി ഐറ്റം, ഇവിടെ ഇട്ട് ഇളക്കണ്ട. കറങ്ങുന്ന കസേര, നീ കമ്മി. ദേവദാസി, നീ ദേവദാസി, എടി ദേവദാസി പ്ലക്കി എന്ന് വിളിച്ചത് ഞാൻ എൻ്റെ ഉള്ളൂ. ഞാനത് അഷ്കറിനല്ലേ വിളിച്ചത്. ഈ വെറും കുൽസിതമോളാവരുത് കേട്ടോ. അണക്ക് പ്ലക്കി, അണക്ക് മാധവ് സുരേഷ്. എന്നിട്ട് അതിനപ്പുറത്തൊരു സ്മൈലി. ഇവളുടെ മനസ്സാലോചിച്ച് നോക്കണേ, ഇവക്ക് മാധവ് സുരേഷിനോടൊക്കെ ഉള്ളൊരു ദേഷ്യമാണ് അതിൽ കാണുന്നത്. കമ്മി ദേവദാസി. ഡിറ്റർജൻറ്റ് ഞാൻ ഇന്നെ തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ അന്യാണ് പറഞ്ഞത്. അത് ശരി. അപ്പോൾ ദേവദാസിയാണ് ഇവൾക്ക് ശരിക്കും കൊണ്ടത്. ഞാൻ ഇവള് പറഞ്ഞ പോലെ ദേവദാസിയുടെ അർത്ഥം വേശ്യ എന്നുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വയം ഈ യൂട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനിടയിലൊക്കെ ഒന്ന് ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്യാം. ദൈവത്തിൻ്റെ ദാസി എന്നാണ് ദേവദാസി എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദൈവത്തിന് സേവനം ചെയ്യാനും ആചാരപരമായ നൃത്തങ്ങൾ അവതരിപ്പിക്കാനും ജീവിതം സമർപ്പിച്ചിരുന്ന സ്ത്രീകളെയാണ് ദേവദാസികളെന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അതായത് സർവൻറ്റ് ഓഫ് ഗോഡ് എന്നാണ് ദേവദാസിയുടെ അർത്ഥം. ആരിഫ് അണക്ക് വീഡിയോ ചെയ്തപ്പോൾ ദേവദാസി എന്ന് പേരിട്ട് പറഞ്ഞു തന്ന അർത്ഥം മാത്രമേ അണക്കറിയൂ. അത് വേറെ അർത്ഥമാണ്. അത് ഈ വേശ്യേക്കാളും മോശമായിട്ടുള്ളൊരർത്ഥമാണ്. നിൻ്റെ കണ്ണിൽ വേശ്യ ഒരു മോശമായതുകൊണ്ടാട്ടോ ഞാൻ വേശ്യേക്കാൾ മോശം എന്ന് പറഞ്ഞത്. അല്ലാതെ വേശ്യകളൊന്നും എൻ്റെ കണ്ണിൽ മോശമൊന്നുമില്ല. കാരണം വേശ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ ജീവിതത്തിൽ അത്രയോ അറ്റം മുട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി പോയി അവരുടെ ശരീരം വിൽക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ആളുകളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിൽ വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അങ്ങനെയുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഞാൻ ബ്രോത്തൽസ് തുടങ്ങണം, ഇവർക്ക് ലൈസൻസ് കൊടുക്കണം എന്നൊക്കെ സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഞാൻ എൻ്റെ ഇതിന്ന് ഞാൻ മാറില്ല ഒരിക്കലും. പക്ഷെ നീ അങ്ങനെയല്ല. നീ കമ്മ്യൂണിസ്റ്റ്. എന്നിട്ട് നിനക്ക് വേശ്യ എന്ന് എഴുതുമ്പോൾ നിനക്കൊരു ചളിപ്പ്.
അത് പറയുമ്പോൾ നിനക്കൊരു ചളിപ്പ് അല്ലേ? അതെന്തോ ഒരു തെറി പോലെയാണ് നീ എഴുതിയെടുത്ത് വെച്ചിട്ടുള്ളത്. നീ ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആണോടി? ആണോ? ഇനി എടി വാടി ബോഡി എന്നൊന്നും ഞാൻ അധികം ആരെയും വിളിക്കാറില്ല. പക്ഷെ നിന്നെപ്പോലുള്ള തേർഡ് റേറ്റുകളെ ഞാൻ എടിയെന്ന് വിളിക്കും. മനസ്സിലായോ? നിനക്ക് എന്നെ നാറി, ചെറ്റ, മരപ്പട്ടി എന്നൊക്കെ വിളിക്കാന്നുണ്ടെങ്കിൽ എടി കൊടിച്ചിപ്പട്ടി, ചൊറിനായെ, എടി വാടി ബോഡി എന്നൊക്കെ ഞാൻ അന്നി വിളിക്കും. അതായത് ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ അറിയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ ആരും ഞാനൊരു സ്ത്രീയെ ഇങ്ങനെ വിളിച്ച് കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെ വീഡിയോസിലാണെങ്കിലും റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും. പക്ഷെ നിന്നെ ഞാൻ പറഞ്ഞിരിക്കും. കാരണം എന്താ അറിയോ? നേരത്തെ അഷ്കർ ടെക്കീനെ പറയാൻ ഞാൻ 2-3 റീസൺസ് പറഞ്ഞു. അതായത് എന്നെ കുറേ പേര് റിയാക്ട് ചെയ്തതിൽ അഷ്കർ ടെക്കീനെയും സുനിത ദേവദാസിനെ എടുക്കാനുള്ളതിൽ അഷ്കറിനെ എടുക്കാനുള്ള റീസൺ നിങ്ങൾ കേട്ട്. സുനിത ദേവദാസിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഫസ്റ്റ് റീസൺ, എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഈ വിഷയത്തിൽ ഇവൾ ചെയ്തപ്പോൾ ഞാൻ ഇട്ടൊരു കണ്ണടിയും ഡ്രസ്സും നിങ്ങൾ ശ്രദ്ധിച്ചു തമ്മിലിൽ. ഈ റിവെഞ്ച് മോഡ് എന്നൊക്കെ ഞാൻ എഴുതാനൊരു റീസൺ ഉണ്ട്. ആ വീഡിയോ ഏതാ നിങ്ങൾ ശ്രദ്ധിച്ചു? ഞാൻ ആ ഡ്രസ്സ് ഇട്ട വീഡിയോ, അതായത് ഇവൾ തമ്മിലിൽ വെച്ച എൻ്റെ ഫോട്ടോ മനാഫ് ഷിരൂര് വിഷയത്തിൽ, മനസ്സിലായില്ലേ? ആ വിഷയത്തിൽ അന്ന് അർജുൻ്റെ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എനിക്കെതിരെ കൂട്ടാക്രമണം നടന്നു. കൂട്ടാക്രമണം. ആ ടൈമിൽ ഇവൾ എനിക്കിട്ട് അടിച്ചൊരു അടിയുണ്ട്. ഞാൻ ഇവക്ക് അന്ന് റിപ്ലൈ കൊടുത്തൊരു രീതിയുണ്ട്. അപ്പം ആ ഒരു ടൈം ഫ്രെയിമിൽ ഇവക്ക് ഏറ്റവും കൊണ്ട ഒരു വീഡിയോൻ്റെ ഒരു സാധനമാണ് ഇവൾ എടുത്ത് വെച്ചതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് റിവെഞ്ച് തന്നെ പറയണ്ടേ മക്കളെ? ഇവർക്ക് 2 പേർക്കും എന്നോട് റിവെഞ്ച് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റിവെഞ്ച് മോഡ് ഇട്ടത്. ഞാൻ എല്ലാ സാധനം ഇടുന്നതിന് ഒരു റീസൺ ഉണ്ട് അതിൻ്റെ പിന്നിൽ. മനസ്സിലായോ? ഇവക്ക് ദേവദാസി എന്നിടാൻ ഞാൻ വളരെ വ്യക്തമായ റീസൺ വെച്ചിട്ടുണ്ട്. അത് ഇവക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. പക്ഷെ ഇവക്ക് മനസ്സിലായത് പിന്നെയാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. ഇവളിത് വേശ്യ എന്നുള്ള രീതിക്കാണ് എടുത്തതെന്നുള്ളത്. എടി കേരളക്കാരി, ഞാനിത് ആരിഫ് ഹുസൈൻ നിനക്ക് കൊള്ളിക്കാൻ വേണ്ടി വെച്ചതാന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതായിപ്പോയല്ലോ. പിന്നെയും മരപ്പട്ടിയായിട്ട് ചാടി വന്നിരിക്കുക. എൻ്റെ മോളെ, കഷ്ടമാണ് നിൻ്റെ കഥ. പിന്നെ ഇവളെ ഞാൻ റിയാക്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ കമ്മി കൊട്ടേഷനായിട്ട് വന്നവളവൾ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ വീഡിയോസിനടിയിലും എൻ്റെ വീഡിയോകളും ടാർഗറ്റ് ചെയ്തുകൊണ്ട്, നീ എന്തുകൊണ്ട് ഇപ്പോൾ VD സതീശനെ പറയുന്നില്ല, നീ എന്തുകൊണ്ട് കോൺഗ്രസിനെ പറയുന്നില്ല, നീ പിണറായിയെ പറഞ്ഞിരുന്നല്ലോ, നീ കമ്മികളെ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം മന്ദബുദ്ധികൾ, അയ്യോ അത് പറയണ്ട, ഇനിയിപ്പോൾ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകും, കുറേ അന്തം കമ്മികൾ, കുറച്ചെണ്ണങ്ങൾ ഇറങ്ങി തിരിച്ച് ഇതുപോലെ എൻ്റെ പിന്നാലെ കമ്മികൾ വണ്ടി എടുത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് കൂടിയ കമ്മികളുടെ കൊട്ടേഷനും കൊണ്ടുവന്ന നീ ഇന്ന് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരൊരിക്കലും എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല നിന്നെ വിളിച്ചത്, നീ ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. അതായത് ഞാൻ ചെയ്ത വീഡിയോ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല, നീ എനിക്കെതിരെ ചെയ്ത വീഡിയോ കണ്ടിട്ട് അവർ നിന്നെ വിളിച്ചപ്പോൾ അവർ നിന്നോട് ചോദിച്ചു, സായി ചെയ്ത വീഡിയോ എന്താണെന്നുള്ളത് നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഏത്? അഷ്കർ ചെയ്ത സമയത്ത് അഷ്കർ അത്യാവശ്യം വീഡിയോൻ്റെ ഇത് പ്ലേ ചെയ്ത് കണ്ടിട്ടാണ് സംസാരിച്ചതെന്ന് വിചാരിക്കുക. നീ പറഞ്ഞ റിപ്ലൈ നീ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതെന്താ മോളെ അങ്ങനെ? അപ്പം ആരെഴുതി തന്ന സ്ക്രിപ്റ്റായിരുന്നു എനിക്കത്? ഞാൻ ആ വിഷയത്തിലിട്ട വീഡിയോ കംപ്ലീറ്റ് കാണാതെ വന്നിരുന്ന് എന്നെ അടിക്കണം എന്നുള്ളൊരു മൂഡിൽ കമ്മി കൊട്ടേഷൻ വാങ്ങിയിരുന്ന് നീ പറഞ്ഞത് എന്തൊക്കെയാണ്? സജിന ഫിറോസിൻ്റെ ഇഷ്യൂ ഞാനാണോ ഓർന്നിട്ടെ? അങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് നീ അതിനകത്ത് വെടലത്തരം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നിൻ്റെ ഇൻറ്റൻഷനും ഈ പറഞ്ഞ പോലെ ഒരു കമ്മി കൊട്ടേഷൻ പിടിച്ച് അത് എന്നെ ടാർഗറ്റ് ചെയ്ത് എൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ പരദൂഷണം ഞാനാണ്, ഏറ്റവും വലിയ കോടതി ഞാനാണെന്നൊക്കെ ആക്കി തീർത്ത് അത് ഈ പറഞ്ഞ കുറേ ആളുകളിലേക്ക് എത്തിച്ച് ഒരു മാസീവായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങി. അതൊരു ക്യാമ്പയിനായിട്ടെടുത്ത് കമ്മികൾക്ക് ഇന്നെ തീർക്കാൻ പറ്റില്ല, അപ്പോൾ എന്താ ചെയ്യുക? ഈ രീതിയിലൊരു മാനിപ്പുലേഷൻ അഴിച്ചു വിട്ടിട്ട് തീർത്ത് കളയുക. ഈ എത്ര വർഷമായിട്ട് ഇങ്ങനത്തെ പരിപാടി ആൾക്കാർക്കെതിരെ ചെയ്യുന്നുണ്ട്? എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്?
കമ്മ്യൂണിസത്തിനെ കുറ്റം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയോ ആശയത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളെ എതിരെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച എല്ലാവരെയും നീയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എന്തെങ്കിലും രീതിയിൽ ഇതേപോലെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കും, എന്നിട്ട് അത് നേരെ കൊണ്ടുപോയി ഗ്രൂപ്പിലിടും, എന്നിട്ട് കുറേ മാനിപ്പുലേറ്റീവ് സ്ക്രിപ്റ്റഡ് കമൻസ് ഉണ്ടാക്കും. എൻ്റെ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം ഒരേ ടോണിലുള്ള സാധനങ്ങളും പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനാവണം, മറ്റേ ചുവന്ന കൊടി, ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അങ്ങനത്തെ ഉമ്മാക്കികളൊന്നും മോള് ഇനി എത്ര എന്നെ കാട്ടി വരട്ടിയിട്ടും കാര്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും ഒരാളെയും വന്ന് കാണ്, സബ്സ്ക്രൈബ് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്തു എന്ന് ക്ഷണിച്ചിട്ടില്ല. നിന്നെപ്പോലെ മറ്റേ ആളുകളെ കാണുന്ന വഴിക്ക് അട്രാക്റ്റീവ് ആക്കി ഇതിൽ വന്ന് കുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തംബ്നെയിലുകൾ ഇടാറില്ല, ടൈറ്റിലുകൾ മാനിപ്പുലേറ്റ് ചെയ്യാറില്ല. നിൻ്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നീ ഇന്നിട്ട വീഡിയോയുടെ തംബ്നെയിലും എന്താ, സുനിതയ്ക്കുള്ള മറുപടി കിടുക്കി. സ്വന്തം വീഡിയോ ഇട്ടിട്ട് സ്വയം ഊക്കുന്നതാണോ നിൻ്റെ ഹോബി? സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക. സ്വന്തം ഊക്കുന്നതാണ്, സെൽഫായിട്ട് ഊക്ക് എഴുതി എന്നെ ഊക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഊക്കിക്കൊണ്ടെന്നാണോ നിൻ്റെ ലൈന്? ഇത് എന്ത് തരം കണ്ടൻറ് മേക്കിംഗ് ആണ് സുനിത? അതായത് കാണുന്ന ആളുകളിലേക്ക് ഞാൻ സ്വയം ഊക്കിയിട്ട് ആളുകൾ എൻ്റെ വീഡിയോ ഒന്ന് കാണട്ടെ. നിനക്കൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ലേടി? ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ ഒരു തംബ്നെയിലും ടൈറ്റിലും വെച്ചിട്ട് പോകാൻ നിനക്കന്ന് ആ പണി അറിയില്ല. നാവ് കൊണ്ടുള്ള വർത്താനം മാത്രമേ ഉള്ളൂ. AKG സെൻറ്ററിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്രൂപ്പിൽ നിന്നോ കിട്ടുന്ന ക്യാപ്സ്യൂള് കൊണ്ടുവന്ന് നിലം തൊടാതെ വിഴുങ്ങി ഛർദ്ദിച്ചിട്ട് പോകുന്ന ഒരു വത്തയ്ക്ക. വത്തയ്ക്ക, ഉള്ളിൽ ചുവപ്പും പുറത്ത് പച്ചയും. അത് പറയാൻ ഉദ്ദേശിക്കാനൊരു ഇത് ഞാൻ പറയും, ഇവൾക്ക് അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കൂ, ഇവളെ ഞാൻ വത്തയ്ക്കാന്ന് വിളിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഇനി നാളെ വത്തയ്ക്ക തെറിയാണെന്ന് പറഞ്ഞു വരരുത്. വാട്ടർമില്ലൻ വത്തയ്ക്ക, ഉള്ളുകൊണ്ട് വെളു കമ്മി, ചുവപ്പ് കമ്മി, വത്തയ്ക്ക അങ്ങനെയുള്ള ഉള്ളിൽ കമ്മിയാണ്. പക്ഷെ ഇവക്ക് എന്ത് വേണം? പച്ച വേണം, വർഗീയത വേണം. മനസ്സിലായി? ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. കേരളത്തിൽ തന്നെ വേറൊരു യൂട്യൂബർക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൾ എന്താണെന്നുള്ളത് അയാൾ മനസ്സിലാക്കിയ ഒരു സ്ക്രീൻഷോട്ടാണിത്. ടെൻഷനൊന്നുമില്ല, എന്തോ വിഷയത്തിൽ അയാൾ പോയപ്പോൾ മൂപ്പര് കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ പറയുക, ടെൻഷനൊന്നുമില്ല, മുസ്ലിം വിഷയങ്ങൾക്ക് ഭയങ്കര വ്യൂസ് ഉണ്ട്. ഏത്? അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം വിഷയങ്ങൾക്ക് ഭയങ്കര വ്യൂസ് ഉണ്ട്. ഏത്? ഉള്ളിൽ പച്ച പുറത്ത്, ഉള്ളിൽ ചുവപ്പ് പുറത്ത് പച്ച, വത്തയ്ക്ക. വ്യൂ ഉണ്ടാക്കണം എങ്ങനെയും. ഓക്കെ, വ്യൂ ഉണ്ടാക്കിക്കോ, ഞാനൊക്കെ അതിന് തന്നെ വ്യൂ ഉണ്ടാക്കണം. നമുക്ക് പണിയെടുക്കുമ്പോൾ നമ്മൾ വ്യൂവർഷിപ്പും കൂടി ഉണ്ടാക്കണമല്ലോ, ചുമ്മാ അതിനകത്ത് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ആ ഉണ്ടാക്കുന്ന വ്യൂ എന്ത്, നമുക്ക് കുറച്ച് ഒരു കുറച്ചെങ്കിലും ഒരു ഉറക്കം കിട്ടണം. ഇവളുടെ വീഡിയോനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ കടന്നിട്ട് എന്തൊക്കെയോ ഒളിക്യാമറ വെച്ച് എല്ലാവരുടെയും ജീവിതം മറ്റേ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുന്ന് പുറത്തിട്ടിട്ട് അങ്ങനെ ഭയങ്കര മറ്റതാണ്, ഇത് സ്പൈ ആണ്, അങ്ങനത്തെ ചാരനാണ്, ഇവനെ ശ്രദ്ധിക്കണം, ഇവൻ ത്രെട്ടാണെന്നൊക്കെ ഇന്ന് മറ്റേ അഷ്കർ തക്കീം പറയുന്നത് കേട്ട്. ഞാനിപ്പോൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ്റെ ചാനലിൽ? എണ്ണൊന്നും എനിക്കില്ല, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എതിരെ കേസുകളുണ്ട്. അത് വന്നത് കമ്പനികളായിട്ടുള്ള അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ, ഈ ലീഗലി കമ്പനികളും കൺസോർഷ്യങ്ങളും അങ്ങനെ 1-2 സാധനങ്ങളും, പിന്നെ ഒരു വ്യക്തി മുതുകാട്. വേറെ ആരും എനിക്കെതിരെ ഇന്നേ വരെ ഞാൻ അവരെ രഹസ്യം ചോർത്തിക്കൊണ്ടുവന്ന് അവരറിയാതെ അവരോട് ഞാൻ നല്ല രീതിയിൽ നിന്ന് എന്നിട്ട് അവരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇന്നേ വരെ? അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷത്തിനിടയിൽ തുരുതുരാ വരണല്ലോടാ, വരണ്ടേ? നീയൊക്കെ പറഞ്ഞ രീതിക്കാണെങ്കിൽ അങ്ങനെ വരണം ഒരുപാട് പേര്. ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്നേ വരെ അങ്ങനെ ആരും വന്നിട്ടില്ല. മേജറായിട്ട് എന്തെങ്കിലും കേസുകളുണ്ടോ? കേസുകളും ഇല്ല. മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ട് തന്നിട്ടുണ്ടോ? ഇവനൊക്കെ ചെയ്ത പോലെ, ഇവളൊക്കെ ചെയ്ത പോലെ? അതും ഇല്ല. പിന്നെ ഇങ്ങനെടാ ഞാൻ ഇവിടുത്തെ ത്രെട്ടാവുന്നത്? ഇപ്പം ഞാൻ ത്രെട്ടാണ്. എങ്ങനെ അറിയോ? ഞാൻ വളർന്നു വന്നപ്പോൾ നീയൊക്കെ ഇടിഞ്ഞ് താഴെ പോയി. മനസ്സിലായില്ലേ? അതൊക്കെയാണ് നിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ നിനക്കൊക്കെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വെട്ടി വീഴ്ത്തണം. നടക്കൂല മോനെ, നടക്കണ പരിപാടിയല്ല. അതിനി ദേവദാസി, കമ്മികളുടെ ദേവദാസി വിചാരിച്ചാലും നടക്കില്ല,
അഷ്കർക്ക് ഇനി എത്ര റിവെഞ്ച് കൊണ്ടു വന്നാലും നോ യൂസ്. ഓക്കെ, എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഞാൻ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തതിൽ എനിക്ക് ആ വ്യക്തിയോടും ആ സിറ്റുവേഷനോടും കൊടുക്കാനുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരു വ്യക്തിയെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൺസെൻ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അവൻ്റെ സുഹൃത്തായ വ്യക്തി വരെ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും വിമർശനമൊന്നും ആരും ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒപ്പം സ്കൂളിൽ പഠിച്ച സുഹൃത്തൊക്കെ. അപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഭയങ്കര എന്താ പറയുക, പുറത്ത് വിസിബിളി കാണിക്കുന്ന അങ്ങനത്തെ ചങ്കും കരളും, മനസ്സിലായോ, അങ്ങനത്തതല്ലെങ്കിൽ പോലും വി ഹാവ് എ ഗുഡ് ബോണ്ട്. പക്ഷെ ഒപ്പം സ്കൂളിൽ പഠിച്ച് ഒരേ നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും ഒരു വിഷയമല്ല. ഇതിനാണ് വിഷയം. ഈ സീക്രട്ട് ഏജൻ്റാണ് വിഷയം. നന്നായി അത് വിഷയമായത്. കാരണം എന്താ പറയുക, കുറച്ച് കാലം ഏറെ പോവാതെ ഇങ്ങനെ ഇരിക്കുകയെന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോണ്ടല്ലോ 10 ചാനലിന് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് എന്നെ. പലരും ഇപ്പം എന്നെ വിളിച്ചിട്ട് അളിയാ നീ ബിഗ് ബോസ് ആയിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ ആലോചിച്ച് ഏറെ പോകുമ്പോഴൊരു ബെനിഫിറ്റുകളെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കുറേ ഇൻ്റർവ്യൂ കിട്ടുന്നു. ബൈ ദ വേ ഞാൻ ഫ്രീ ആയിട്ടാണ് ഇൻ്റർവ്യൂസ് കൊടുക്കാറ്. നിങ്ങളെപ്പോലെ കാശ് പോലും മേടിക്കാറില്ല. ഐ മീൻ കുറച്ച് ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കൂടുതൽ എയർ കൂടുതൽ അരി എന്നുള്ളതേ ഞാൻ ഈ സാധനത്തിന് എടുക്കുന്നുള്ളൂ. പിന്നെ ദേവദാസിനോടാണ്, നിൻ്റെത് എനിക്ക് പേഴ്സണലാണ് ദേവദാസി. അഷ്കറിനോടൊന്നും എനിക്കൊരു വിഷയമല്ല. അതൊക്കെ ഒരു ടിക് ഫോർ ടാക്ക് പോലെ ഞാൻ എടുക്കും. കാരണം അവനൊക്കെ ഇന്ന് സംസാരിച്ചതിന് കുറച്ചും കൂടി ഒരു ടോൺ ഡൗൺ ആയി, തെറിയൊന്നും ഇല്ലാതെ കാര്യം പറഞ്ഞ് അവൻ്റെ കാര്യം എന്താണോ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം അവനോട് പറഞ്ഞു. അതാണ് ആണുങ്ങളും ആകുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നിന്നെപ്പോലുള്ള ദേവദാസി വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ആണാണ് ഓപ്പോസിറ്റ്, അപ്പോൾ ആണിന് എന്തും പറയാമെന്നുള്ളത്. അതൊന്നും ഇല്ല മോളെ. അതൊക്കെ കാനഡയിൽ തന്നെ മടക്കി വയ്ക്കുക. ഓക്കെ, ഇങ്ങോട്ട് കിട്ടുന്ന അതേ ടോണിൽ എനിക്ക് തിരിച്ച് ഞാൻ തന്നിരിക്കും. അതിലും കൂടുതൽ എൻ്റെ പാസ്റ്റ് അടക്കം ഡിഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടിട്ട് ഈ ആദ്യത്തെ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനുള്ള എക്സ്പോസ് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട്. സുനിത ദേവദാസിനെ എക്സ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ഇറങ്ങി തപ്പിയിട്ടുണ്ട്. ഓക്കെ, അത് നീ ചെയ്ത പോലെ എൻ്റെ കണ്ടൻറ്റുകളുടെ ഉള്ളിൽ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് അത് ബൈപ്പാസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള എക്സ്പോസിങ് ഒന്നും ആവില്ല. അടിമുട്ടി നിന്നെ എക്സ്പോസ് ചെയ്ത് വിടും. ഓക്കെ, ഇവിടെ നിർത്തണ്ട, അനക്ക് വ്യൂവർഷിപ്പ് കുറവുണ്ട്. നാളെയും ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നീ ആ ബോർഡിനകത്തൊരു സാധനം വെച്ചിട്ട് സീക്രട്ട് ഏജൻറ്റ് എക്സ്പോസ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്ത് വിടണം. നീ അരി മേടിക്കണം എന്നെ വെച്ച്. ഓക്കെ, ഞാൻ തിരിച്ച് അപ്പോൾ എനിക്കൊരു കണ്ടൻ്റാണല്ലോ, ഞാനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഏത് അപ്പോൾ ദേവദാസി കണ്ടിന്യൂ. അഷ്കറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇനിയും കമ്മിക്കുട്ടങ്ങൾക്ക് വന്നിരുന്നിട്ട് കമൻറ്റ് ബോക്സിൽ മെഴുകാനാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് അത്യാവശ്യം ബുദ്ധി വിവരമുള്ള നാട്ടുകാരാണ്. ഓക്കെ, അവർക്ക് നിങ്ങളിടുന്ന ഓരോ കമൻറ്റിൻ്റെ പാറ്റേണും മനസ്സിലാവും. ഞാൻ ഇത്ര കാലം ഉണ്ടാക്കി വെച്ച എൻ്റെ ക്രെഡിബിലിറ്റിയുടെ മുകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു നേരം പോലും നാട്ടുകാരെ പറ്റിക്കാതെയാണ് ഞാൻ അരി മേടിച്ചതെന്നുള്ളതിൻ്റെ വിശ്വാസത്തിൻ്റെ മുകളിലും കോൺഫിഡൻസിൻ്റെ മുകളിലും സീക്രട്ട് ഏജൻറ്റ് മുന്നോട്ട് പോകും. ഫൈൻ, നീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തംബ്നെയിൽ ഇടണം, ടൈറ്റിലുള്ള മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്ന് മെഴുകും.